നമ്മളവിടെ കൊതുകെന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ എടുത്തോണ്ട് പോകുന്ന സൈസ് കൊതുക. എടാ മോനെ തൽക്കാലം ഒരു ചെറിയൊരു തട ഇവിടെ വെച്ചേടാ. എന്തിനാ? മണ്ണ് കൊണ്ടേ. അതിനാ? ചെറുതായിട്ട്. വെള്ളം വിടുമ്പോഴോ? ആ വെള്ളം ഇങ്ങോട്ട് അങ്ങനെ വരാം. നമ്മളാ ഒരു മണ്ണല്ലേ അമ്മേ അത്? മണ്ണായതുകൊണ്ട് മണ്ണിൽ അങ്ങോട്ട് പോവായിരിക്കും. ഉച്ച കഴിഞ്ഞാൽ മഴ പെയ്യുമല്ലോ. മഴയാണല്ലോ ഇപ്പോഴേ തുടങ്ങിയല്ലോ. മഴ പെയ്യുമ്പോൾ തുടങ്ങിക്കൂടോ. വെള്ളക്കോഴി അങ്ങോട്ട് കയറാനുള്ള പുറപ്പാടൊക്കെ നോക്കുന്നുണ്ട്. മറ്റവളോട് ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അവളുണ്ടെന്ന് തോന്നുന്നു. പെറുക്കി ഇടൂ. ചാമ്പ് മരങ്ങട കേട്ടോ പറഞ്ഞേ. വല്ല മൂന്നാറും ഒക്കെ പോകുമ്പോഴേക്കും കൈക്ക് തണുപ്പൊക്കെ അയക്കാൻ വേണ്ടിയുള്ള ഗ്ലൗസ് ആണ് അതെടുത്തിട്ടത്. എന്റെ കൊച്ചു പാവം അടുത്ത് എടി നീ 1 2 3 4 5 അത് മൊത്തം നീ അല്ലേ വൃത്തിയാക്കിയേ? ഞാൻ ഒരെണ്ണം വൃത്തിയാക്കി. ശ്യാമളമ്മ ഒരു മേളത്തെ പെട്ടി വൃത്തിയാക്കി. ഇവിടെ ഇവിടുത്തെ പെട്ടി ഇത് ശ്യാമളം വൃത്തിയാക്കി. ഇത് ഞാൻ വൃത്തിയാക്കി. പക്ഷെ എന്റെ കൊച്ചാണല്ലോ പകുതി ചെയ്തു കേട്ടോ. 1 2 3 4 ആ 4 പകുതിയല്ല മുക്കാലും ഞാൻ തന്നെ ചെയ്തത്. 10 എണ്ണം കൂടെ ഞാൻ ചെയ്തു. പക്ഷെ അതിനകത്തൊരു കാര്യമുണ്ട്. ഇതാരുടെ വീട്? നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുന്നതിന് കണക്ക് പറയരുത്. പക്ഷെ എന്റെ കൊച്ചു ചെയ്തു. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതിനെ ഞാൻ എന്താ പറയാ, എന്റെ ദൈവം എന്നെ എന്റെ കൊച്ചിന് വേണ്ടേ. ഇവിടെ എടാ മോനെ ഗണേശ ഞാനല്ലേ ഞാനൊന്നും ചെയ്തില്ലേ? ഞാൻ ഈ വീട്ടിൽ ഒരു പണിയും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും. ഏതാ ഈ കാലും വെച്ച് ഈ നീര് വെച്ച് പോയ കാലും വെച്ച് ഏന്തി ഇവിടുത്തെ അടുക്കളയിലെ പണിയും ചെയ്ത് പറയുന്ന എല്ലാം കൂടെ ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ. എനിക്കവിടെ അതേ പറ്റുള്ളൂ. അതുകൊണ്ടാ എനിക്ക് കാല് വയ്യാത്തോണ്ടല്ലേ. കാല് മടിച്ചിട്ട് 2 ദിവസം ഈ നീര് വെച്ചോണ്ടിരിക്കുന്നിടത്ത് ഞാനൊരു ട്രീറ്റ്മെന്റ് പോലും എടുത്തിട്ടില്ല. പിന്നെ ശ്യാമളമ്മ പോയാല് പിന്നെ അവിടെ ഡോക്ടർ കാണുള്ളൂ. വേറെ പിന്നെ കെട്ടിയും കൊണ്ട് കാണത്തില്ലേ. ഒരു പല്ലിന്റെ കേസ് വന്നപ്പോ ഞാൻ പൊന്നു പോലെ കൂടെ പോയ ഒരാളാ ഞാൻ. അല്ല അതല്ല പറഞ്ഞേ. അത് അയ്യോ അങ്ങനെ പറയാതെ. അയ്യോ ആരെ കൂടെ പോന്നേ? ആരെ കൂടെ പോന്നു പറ. ഞാൻ വരുന്നില്ല ചേട്ടാ. ആരും കൂടെ പോന്നേ? പിന്നെ എനിക്ക് പറ്റുവാനല്ല. വിഷു കഴിയട്ടെ എന്നിട്ടേ ഉള്ളൂ. പ്രിയമാവന്റെ ഇരട്ടപ്പേരൊക്കെ ഇവിടെ പറയരുത്. ആ വെണ്ണക്കണ്ണൻ. ദൈവമേ അതങ്ങനെ ഇടരുത്. പിന്നെ സ്വർണ്ണം ഉണ്ട് അവിടെ. ചേട്ടായിക്ക് കൂടപ്പുറപ്പുണ്ട്. നല്ല സ്നേഹമല്ലേ രണ്ടുപേർക്കും. ഇവർ 3 പേര് നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അവർ ഭയങ്കരമായിട്ട് സൈലന്റ് ആയിട്ടാണ് സ്നേഹിക്കുന്നത്. തരംഗങ്ങൾ വഴി, അന്തരീക്ഷ തരംഗങ്ങൾ വഴിയുള്ള സ്നേഹമാണ്. ഈ പുള്ളി ഇവിടുന്ന് സ്നേഹം പയ്യരോട്ട് കൊടുക്കും. പയ്യെന്നുള്ള സ്നേഹം ഏന്തേരിലോട്ടും ഇങ്ങോട്ടും തരും. ഏന്തേരും സ്നേഹം അങ്ങോട്ട് പോകും. ഞാനും അങ്ങനെയാണ്. എൻ്റെ കൂടപ്പുറപ്പായിട്ടുള്ള കുടുംബത്തോട്ട്. ചാരായണി ഇതൊക്കെ കണ്ട് പഠിക്കണം കേട്ടോ. നിനക്കൊണ്ടൊരു കൂടപ്പറപ്പ്. തുണി മേടിച്ചു, 2 നൈറ്റി മേടിച്ചു. അങ്ങനെയാ നമ്മളെ കുഞ്ഞുമ പുൽപ്പേൻ. എനിക്ക് താക്കാം. അമ്മ അവിടെ നിന്ന് പ്ലാസ്റ്റിക് എടുക്കാം. പിന്നെ ഇവിടെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ടേ. അതല്ലോ അവിടെ ഞാൻ എടുത്തിട്ട് വരാം. അമ്മയ്ക്ക് തൊപ്പിയൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്
ഞായറാഴ്ച വന്നിട്ട് എല്ലാവരും കാണുമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച ഇറങ്ങാതിരിക്കുന്നത് നല്ലത്. ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോഴല്ല ക്രിസ്ത്യാനികളില്ല. പിന്നെ ബാക്കിയുള്ളവരെല്ലാം കല്യാണവും കഴിഞ്ഞു. ഞായറാഴ്ച ഒരു ദിവസത്തിനല്ല കല്യാണമൊക്കെ എല്ലാവരും ഓടും. ഇനി പിരിയും വരണോ? അതാ ഇതിന് ഉദ്ഘാടനം ചെയ്യാൻ പോവാ നാരായണി വാഷ് ബേസൺ. പക്ഷെ ജയ ഇത് കൊണ്ട് തരത്തില്ല. അവൾ ആരും ഫോൺ വിളിച്ച് കത്തി വെച്ചോണ്ടിരിക്കുക. ഞാനൊരു സെക്കൻഡ് വിളിക്കാവേ. നീ ഫോൺ സംസാരിക്കുന്നതന്നെ അവിടെ പോയി എടുത്തോണ്ടിരുന്നേ. എന്നിട്ടാണ് നീ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നത്. ഇന്നലെ ചീരക്കറി വെച്ചതുപോലെ ഇന്ന് ചക്കക്കുരു ഇതിട്ട് മാത്രം തോരൻ. കടുക് പൊട്ടിച്ചിട്ട് ഇതിട്ടങ്ങോട്ട് കുറച്ച് വെള്ളം കുഴിച്ചേക്കാം. അത്ര മതി. വെള്ളം ഒഴിച്ചേക്കാം. അടുപ്പയിലായും കൊണ്ട് ഗ്യാസിലല്ലോ. അവരമ്മയും മോളും കൂടെ കൊച്ചുമോളും കൂടെ അലമ്പാൻ തോന്നും. ഞാൻ ഇതിനകത്ത് ഉപ്പ് ഇട്ടില്ല. ഞാൻ അരപ്പിനകത്ത് ഉപ്പിട്ടായിരുന്നു. ഞാൻ ഓർത്തില്ല. എൻ്റെ അമ്മച്ചി എന്ത് ഈശ്വര. അമ്മേ കുറച്ച് വൃത്തിയുള്ള പൊടിയാ. തേങ്ങാപ്പീരിടാൻ പോവുകയാണ്. എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ച് ഞാൻ എല്ലാം തേങ്ങാപ്പീര ഇടാൻ പോവുകയാണ് കുട്ടി. മോൻ പഠിച്ചു തിന്നണ്ട, അതിന് ഞാൻ പഠിച്ചെടുത്തോ. എരിവാണ് കാണിക്കുന്ന പണി കണ്ടോ ശാംഭവി. സിംബ മര്യാദക്കല്ലാത്തത് കൊണ്ട് സിംബയെ അഴിച്ചു വിടത്തില്ല. റോക്കി ഇച്ചിരി മര്യാദ ഉള്ളത് കൊണ്ട് റോക്കിനെ. ചേട്ടാ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാവേ. ഇതിന് മഞ്ഞളില്ലെന്ന് പറയവേ. അപ്പോൾ മഞ്ഞളിടാം. ആരാ ശാംഭവി മാറിക്കേ. എൻ്റെ അപ്പയ്ക്കേ ഇച്ചിരി മഞ്ഞൾ അത്യാവശ്യമാണ്. ഈ കർണാടകയിലുള്ളവർക്കൊക്കെ ഈ മഞ്ഞൾ, തമിഴ്നാട്, കർണാടക അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ കറിക്കകത്തും എല്ലാത്തിനും ഈ മഞ്ഞൾ അവർ കൂടുതൽ ചേർക്കുന്ന ആൾക്കാരാണേ. നമ്മളുണ്ട്, ഇന്നലെ നമ്മൾ അത്രയ്ക്കില്ല ഈ മഞ്ഞളുമായിട്ടുള്ളൊരു ഇതുണ്ട്. അപ്പം ചേട്ടാ ഏകദേശം പകുതി അതായതുകൊണ്ട് പൊടിയിക്കട്ടെ. വേഗം സ്പീഡപ്പ്. അപ്പം അത് ചെയ്യുമ്പോൾ അത് ചെയ്യണോടാ. മടുത്തടാ. ഞാനും മടുത്തില്ല. എനിക്ക് കാലത്ത് അത്ര നേരം നിന്നിട്ടേ ഇത് സമയം പോകും. നമ്മള് ചുമ്മാ ഇരിക്കും അവിടെ. കാക്കയൊക്കെ ഒത്തിരി കാക്ക ഇവിടെ കാക്ക ഉള്ളതല്ലോ. അങ്ങനെ ഏകദേശം ഇവിടുത്തെ പണികളൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏകദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 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 60% തീർന്നില്ലേ? തീർന്നുമല്ലേ? നീ കിടക്കുന്ന വൃത്തിയാക്കൽ പരിപാടികളെല്ലാം. പക്ഷെ മഴ വന്നാൽ നനയെന്നുള്ളതാണ് വേറൊരു സത്യം. എങ്കിലും സാരമില്ല. പിന്നെ പ്രകൃതിദത്ത ഒരിക്കലും നമ്മൾ ഇത്രയും പ്രകൃതിദത്തമായിട്ടൊരു അടുക്കള ഒരിക്കലും കാണാൻ പറ്റില്ല. കാരണം ഞങ്ങൾ മഴയത്ത് നനച്ചായിരിക്കും ചിലപ്പം തേച്ച് മടക്കുന്നതും. ചിലപ്പോൾ ആ മഴവെള്ളം പിടിച്ച് അന്നേരം തന്നെ തേച്ച് മടക്കുമായിരിക്കും. എല്ലാ പരിപാടിയും ഞങ്ങളവിടെ ചെയ്യുന്നതായിരിക്കും. വെയിലും മഴയും എല്ലാം കൊണ്ട് ഞങ്ങൾ പ്രകൃതിയുടെ മക്കളാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ പ്രകൃതിയുടെ മക്കളാണ്.
നാരായണിക്ക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ് അല്ലേ. നാളെ ചിലപ്പോൾ നാരായണി ചിലപ്പോൾ നല്ല വീടൊക്കെ വെച്ചു വീടുകളൊക്കെ പോകാതിരിക്കാം, എന്തും ആയിക്കൊള്ളട്ടെ. പക്ഷെ ഇത് ഒരിക്കലും അതെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രകൃതിയോട് അടുത്ത് ജീവിച്ചിട്ടുണ്ടെന്ന് പറയാൻ. മറ്റേ ഓരോരുത്തരും മരം നടുകയൊക്കെ ചെയ്യല്ലേ മറ്റേ ഇതിന് എന്നതിനായിരുന്നു ആ സംഭവത്തിനോ എന്തോ അന്നൊക്കെ പറയാം. ഇതാണോ പ്രകൃതിയോടുള്ള സ്നേഹം? ഞങ്ങളുടെ വ്ലോഗ് കണ്ടു നോക്കാൻ പറയണം. നാരായണിയെ അബദ്ധം പറ്റിപ്പോയി. നാരായണി കുളിച്ചിരുന്നെങ്കിൽ സത്യത്തിൽ നാരായണി വിളിക്കത്തില്ല. എന്നാലും എൻ്റെ കൊച്ചാണല്ലോ അതെല്ലാം വൃത്തിയാക്കിയത്. ആ കാര്യത്തിൽ എനിക്ക് പ്രൗഡ്. അല്ലേ കാക്കയൊക്കെ എന്നെ കൂടെ ഇങ്ങനെ അല്ലല്ലേ അമ്മേനെ കൊണ്ട് നമ്മ ചേട്ടാ ഫോൺ നോക്കിക്കാൻ സമ്മതിക്കല്ല. പാവം എന്തോ ഫീൽഡ് കണ്ടോണ്ടിരിക്കുകയാണ് കണ്ണാടിയൊക്കെ ആയിട്ട്. എന്നാപ്പാ നമ്മൾ വന്നു വന്നു അമ്മ എന്നെ പോക്കാ പോയെ ഞങ്ങളിവിടെ നിൽക്കുമ്പം. ചേട്ടായിക്ക് പണി ജോലി ചെയ്യാൻ എനർജി വേണമെങ്കിൽ അമ്മ വേണമെന്ന് അറിയില്ലേ? എല്ലാ ആൾക്കാരും ഓർക്കും ആരാണ്ട്. അയ്യോ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാ കാണിക്കണമെന്ന് അമ്മേനല്ലേ, ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ കാണിക്കണം. അതായത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അമ്മയെ കാണിക്കാത്തതെന്നറിയാം. അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയാൻ വേണ്ടി ഏതോ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മകള് പറഞ്ഞു അമ്മയെ കാണിക്കണം, അമ്മ ജീവിച്ചിരിപ്പുണ്ടോ നോക്കട്ടെ. അമ്മ ഇല്ല വേറെ മക്കളില്ല. ഈ കാക്കയൊക്കെ എന്നാ കൂടെ ഭയങ്കര അലമ്പ്. അത്ര സ്നേഹമുള്ളവരാണെങ്കിൽ അമ്മയെ കാണാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരട്ടെ. അതെ വിളിക്കണം, കാരണം ഇവിടെ കാണണമെന്നില്ല. അല്ല ആരും അറിയാതിരിക്കുമല്ലോ ഇവിടെ വീടെന്ന്. അറിയാവുന്നവരാണെങ്കിൽ അവിടെ ചെന്നാലും മതി. കരിങ്കാളിയല്ലേ ഞാൻ തുടച്ചത് കൊടുങ്ങല്ലൂരു വാഴണ പെണ്ണാണ്. നോക്കി അവൻ അതിനിടെ കൂടെ അപ്പുറം ഇയാണ്ട് ഇപ്പുറം കിടന്നു. റോക്കി റോക്കി ചുമ്മാ വിളിച്ചതാ പൊന്നെ. അമ്മ ഇവിടെ നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോഴാണ് ചേട്ടാ ചുമ്മാ വന്നങ്ങ് സ്നേഹിക്കാൻ വന്നത്. ചുമ്മാ നീ മര്യാദയ്ക്ക് ഇരിക്കുവാണെങ്കിൽ മാത്രം ആയിരിക്കും. ചുമ്മാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി, നിന്നെ കാണാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. ചേച്ചി വന്നാൽ മാത്രമേ വീഡിയോ എടുക്കത്തുള്ളൂ. ശ്യാമളമ്മ കുളിക്കുന്നുണ്ടോ? നല്ല ഷാമ്പൂന്റെ മണം. ഷാമ്പൂന്റെ മണം. ഷാമ്പൂ നിന്നെ അല്ലേ മോനെ അല്ലേ വിളിക്കുന്നേ? അമ്മ കുറെ നാളെ ഷാമ്പൂ ഇട്ട് കുടിച്ചിട്ടില്ലേ? അമ്മ ഷാമ്പൂ ഇട്ട് കുടിച്ചിട്ടുണ്ടോ? അയ്യോ എനിക്ക് ഡ്രസ്സില്ലേ. ചോറ് വെക്കാൻ പറ്റും. ചോറിനൊന്നും കറിയൊന്നുമില്ല, പപ്പടം പിടിച്ച് സൂപ്പർ ചോറായിരുന്നു. ചോറിന് കറിയില്ലായിരുന്നോ? കുഴപ്പമില്ല, കൊള്ളാം കേട്ടല്ലോ. എന്ത് കറിയായിരുന്നു? എന്ത് കറിയായിരുന്നു? മിടുക്കൻ, മനസ്സിലായല്ലേ? അമ്മ നമ്മുടെ വരിക്കച്ചക്ക ഉണ്ട്, ചക്കപ്പഴം കറി വെച്ചാൽ നമ്മുടെ ജാൻചേട്ടന്റെ ചക്ക, ജാൻചേട്ടന്റെ പറവിലെ ചക്ക. ഇപ്പൊ വിമല ചേച്ചിയൊക്കെ വന്നുകൊണ്ട് ഓർക്കുണ്ട്. ഹായ് നമ്മുടെ കോഴിക്കോട് ഭാസ്കരൻ ശങ്കരൻകൊലി. അയ്യോ കൊതുക് കൊച്ചിനെ ചെള്ളക്കിരിക്കുന്നുണ്ടോ അമ്മ? ഇതിനറിയത്തില്ല ഇതൊന്ന് കടിക്കുന്നേ. അപ്പച്ചി ഇത് നോക്കുന്നത് റോക്കി. അമ്മ റോക്കിക്ക് എന്താ എടുത്തോ? അപ്പൻ ചേച്ചതേ അമ്മ എന്നാ മോനെ എവിടെ കയറിപ്പോ നീ? എന്താ ടൂട്ടു വെച്ചോ? അലക്സ ചൊച്ച വെച്ചേക്കുക വെച്ചോട്ടെ. എന്തിനാ ഇതിങ്ങനെ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുന്ന ഏട്ടാ? അലക്സ അതെ
ഈ പാട്ട് വെക്കാം. മറ്റേ പാട്ടില്ലേ നോക്കി അവന്റെ കാലെ കൂടെ അത് കുരുങ്ങിയിട്ടാണ് അവനാ ചില്ലമ്മ ചിടക്കമ്മ സൊല്ല് 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 ആ പാട്ട് വെച്ചല്ലോ. എവിടെ ആലോചനയിലാണല്ലോ എന്നിട്ടാണ് പാട്ട് പാടുന്നത്. വെക്കട്ടെ എവിടെ ശ്രദ്ധിക്കുന്നേ? വെക്കട്ടെ. എന്നത് അലക്സ അലക്സ അലക്സ് ഈ ഉടുപ്പിലൊക്കെ എന്നാ തന്നെ അലക്സ അലക്സ നോയിക്കോണേ റോക്കമ്മ കാണിക്കുന്നത്. ആ വലയെല്ലാം കടിച്ചു പറിക്കുന്നു. അപ്പുറത്ത് പോകാൻ വേണ്ടിയാ എന്നാ കാണിക്കുന്നത് നീയാ? അപ്പുറത്ത് പോയത് പക്ഷെ എന്റെ നോ അതേണ്ട് ഞാൻ പറയുന്നത് കേക്കത്തില്ല പന. അമ്മ അപ്പുറത്ത് വന്നതേ കൂട്ടി കയറാൻ അമ്മേ. ഏകദേശം ഒക്കെ ഇങ്ങനെ ഏണ്ടൊക്കെ തീർത്തോണ്ടൊക്കെ വന്നിരിക്കുന്നു. ഈ സത്യം പറഞ്ഞ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ലല്ലേ, നമ്മളിങ്ങനെ എടുത്തെടുത്ത് എന്നാ പരിചയിച്ച് ഒക്കെ വേണം ഇതൊക്കെ നടുക്കി പെറുക്കിയൊക്കെ വെക്കാൻ. പരിചയിച്ചല്ല ഇങ്ങനെ ഇത് പറയാം. ഇല്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ വരത്തില്ല. പറയത്തില്ല വീട്ടിൽ പോകും. ഇവിടെ കുറച്ച് തൂക്കണം ഇവിടെ എല്ലാം. ശ്യാമമ്മ കുളിക്കുന്നതല്ല, അവള് പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി പഴയ ഷാമ്പു എടുത്തതുണ്ടോ. എന്റെ കാര്യം അത് ചെയ്തു തരാന്ന് വെച്ചാൽ നീ ചെയ്തോടി. പാലെടുക്കാൻ മറക്കല്ലേ. ശ്യാമളമ്മ ഇന്ന് പോകുന്ന കാര്യമല്ല പറഞ്ഞേ, നാളത്തെ കാര്യമാ. എന്തിനാ മോനെ? ഒരു അവിടെ വണ്ടി തിരിക്കാൻ വേണ്ടി അവിടെ തിരിയത്തില്ലല്ലോ, നമ്മളവിടെ ഉള്ളു പിന്നെ തിരിക്കാൻ പറ്റുന്നത്. രണ്ട് ദിവസത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഇത്രയൊക്കെ ആയി. നല്ല കൊതുക് അത് പോയിക്കുക. ഇനിയുണ്ട് പരിപാടിയൊക്കെ. ഇനിയും തറ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ഉണ്ടല്ലേ ഷീറ്റിടാതെ അത് നടക്കുകയില്ല. അത് ഷീറ്റിടണം. പിന്നെ തറ എന്നൊക്കെ പതിയെ ചെയ്യാം. ഇപ്പം എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ. ഇത്രയൊക്കെ നല്ല ഇടയൊക്കെ ഉണ്ട് കേട്ടോ. ആ വശത്തോട്ട് കാണിക്കുന്നേ ഇല്ല എന്ന് വെച്ചാൽ അമ്മാതിരി കണ്ടില്ലേ ഇവിടെ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ആക്കി. ഇപ്പം ഇവിടെ അടുപ്പ് വരും. ഇതൊക്കെ പതിയെ ഇനി ചേട്ടാ ചെയ്യും. ഇത്ര തന്നെ ചെയ്തില്ലേ. ഇപ്പം ഇവിടെയൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ ഇവിടെ നേരത്തെ എന്ന് വെച്ചാൽ നമ്മൾ കൈ പിടിച്ച് അവിടെ നിന്നും കഴിക്കുമായിരുന്നു. ഇപ്പം ഈ മേശ ഫ്രീ ആയി. ഈ അടുപ്പ് ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ അപ്പുറത്തോട്ട് മാറ്റണം. അപ്പോൾ ഇവിടെ ഫ്രീ ആവും. ഇങ്ങനെയൊക്കെ എല്ലാം ശരിയാക്കണം. ധൃതി പിടിച്ചാലൊന്നും നടക്കില്ലല്ലോ. നിനക്കാണോ സുന്ദരി എന്ന് പേരിട്ടത്? നീയാണോ സുന്ദരി? മറ്റേവള് എന്നാ മഞ്ജുളയോ? ശ്യാമളമ്മ ഇട്ട പേരാണ് അത്. മഞ്ജുള, ഈ വെള്ള സുന്ദരി, മറ്റേ ഭാസ്കരൻ, ശങ്കരൻ. മഞ്ജുളയും സുന്ദരി. ശാമ്പവി എൻ്റെ അത്ര കിടന്ന് അലറുന്നേ. അലറുക എന്ന് പറഞ്ഞാൽ കരയാന്ന് സാധാരണ നമ്മൾ പറയാറ്. ഇത് കരയല്ല ചെയ്യുന്നത്, അലറുകയാണ് ചെയ്യുന്നത്. അമ്മേ കാല് ചെറുതായിട്ടൊന്ന് മടിഞ്ഞ്
എന്നാ അവിടെ പ്രശ്നം എന്നാ അവിടെ പ്രശ്നം എന്തിനാ കരഞ്ഞേ? റിമോട്ട് കാണാതെ പോയാനാണോ? എന്തോ എന്തിനോ വിളിക്കുന്നു. അടുത്ത ആരാ വന്നേ? ആരാണ്ടൊക്കെ അത് നമ്മളങ്ങോട്ടല്ല. കാറ് വന്നടി. സുഖിയൊക്കെ ഉണ്ടായിരുന്നു. വണ്ടിക്ക് പോയിട്ട് മേടിച്ചിട്ട് വന്നു. ഒരു യാറൂടെ കിട്ടി 500-ൻ്റെ. ഞാൻ ഇങ്ങനെ പോന്നു. ഇവരുണ്ടായിരുന്നുണ്ട് 500-ൻ്റെ ഒരു യാറൂടെ കിട്ടി. നല്ല ചെറിയ പൊട്ടലുണ്ട്. എന്തേ വനാപ്പിയേ ഞങ്ങളല്ല വരുന്നത്. എനിക്ക് കിടക്കോ? ഒന്നും മേടിച്ചടാ. പിന്നെ ഇവിടെ നാട്ടിൽ പോയിക്കോ ഒന്നും മേടിച്ചില്ല. വിശക്കണോ? അതിന്റെ കൊന്ന ഒന്നും മേടിച്ചടാ. നടക്കാനുള്ള ഒന്നും മേടിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ എപ്പോ വന്നാലും ബാഗ് നോക്കുക അന്നേരം എന്നാ മേടിച്ചു. എവിടെ പോയതാണോ പോട്ടത്? അറിയാല്ലേ? അവിടെ ഇതുണ്ട് മരം മേഘവാമേത് ഇവിടെ ഇവിടെ ലൈറ്റ് ഇല്ല. ഇവിടെ ലൈറ്റ് ഇടണം. അങ്ങോട്ട് ഒന്ന് പറഞ്ഞേ ചേച്ചാ, ആ തോരൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ചക്കക്കുരുവിന്റെ? ചക്കക്കുരു തോരൻ പോലെ തോന്നുന്നില്ല. ഒരു ഇടിച്ചക്ക തോരൻ വെച്ച പോലെ. അത് തന്നെ, അത് മതി. ഇവരെല്ലാം ഒന്നല്ലേ? ഇടിഞ്ചക്കയും ചക്കക്കുരു എല്ലാം ഒരേ വർഗത്തിൽപ്പെട്ടല്ലേ? അപ്പൊ കേട്ടല്ലോ, മനസ്സിലായല്ലോ. അവള് പറഞ്ഞ കേട്ടോ. എനിക്ക് വിവരമില്ല. ഇത് കോലഞ്ചിറ, ഞാൻ പുതുപ്പറമ്പിലെ, അതുകൊണ്ട് എനിക്ക് വിവരമില്ലെന്നാ പറഞ്ഞേ. ചേച്ചാച്ചന് അപ്പൊ വേറെ ആരും അല്ലല്ലോ. ചേച്ചന് അപ്പൊ ഷാമ്പൂവി കോലഞ്ചിറയിലല്ലേ? കൊടുക്ക് സ്വയംഭ സാധനം തരാം. അതൊക്കെ ഉണ്ട്. ചേച്ചാച്ചന്റെ ഭാര്യ എന്തി? ഓ എന്നാത്തിന് വിളക്കത്തിക്കായിരിക്കും. കുളിച്ചു കഴിഞ്ഞാണ് പോയി കുളിക്ക. പോയി കുളിക്കടിയാ. എന്തിനാ ജയമേടി ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ജയമേടിയും എല്ലാ കൂടി ഫോട്ടോ എടുക്കാം. എന്നിട്ട്
എവിടെ ചേമ കാണുന്നില്ലല്ലോ, വെട്ടമില്ലല്ലോ. എന്നെ നോക്കണം എന്നല്ലേ കാണത്തുള്ളൂ. ഇനി അപ്പേടെ ഇപ്പൊ അവള് തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. ഇപ്പൊ കാണാലോ. എവിടെ വേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. സെൽഫി ആയിരിക്കും എടുത്തേക്കുന്നത്. ഇങ്ങോട്ട് പിടി എടി. കംപ്ലൈന്റ് കംപ്ലൈന്റ് വന്നു ചേച്ചനെ. നോക്ക് നേരെ പിടി. എടുത്തോ, എടുക്കടി. അവിടെയാണ് എടുക്കുന്നത്. പടത്തിന്റെ കിട്ടി കാണാം. എനിക്ക് ഇഷ്ടമല്ല, ഞാൻ മുഴുവൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ. എന്റെ ദൈവമേ, എവിടെ ഞാൻ ചേച്ചി? എവിടെ വന്ന് തപ്പി നോക്ക്. നടുക്കാക്കടി. ഇതാണ് ഞാൻ ചേച്ചി. ഞാൻ നോക്കട്ടെ ഒന്ന് കാണിക്കടി. ഫോട്ടോ എടുക്കാന്നുള്ള വ്യാജേന ഫോൺ എടുക്കുന്നതാണ്. പക്ഷെ പുള്ളിക്കാരിയുടെ ഇതൊക്കെ അവിടെ delete ചെയ്യണം. എന്തേ? അയ്യോ എന്റെ ദൈവമേ, ആധാർ കാർഡിനകത്തെ ഫോട്ടോ ഇതിനൊക്കെ എത്ര നല്ലത്. ഓ ആലറല്ലേ. ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ. സ്ഥാനാർത്ഥി പോലെ ഇതെങ്ങനെയാണ് കാണുന്നത്? ഇങ്ങനെ വെച്ച നേരെ പിടിയിടി. നോക്ക്, ഇതുണ്ടോ? എടുക്കടി. ഇവിടെ എടുക്കുന്നില്ലേ? ഇവിടെ ഉണ്ടല്ലോ മറ്റേ ഇതെടുക്കും. ഇതിങ്ങനെ ഫോട്ടോ എടുക്കുന്നത്. ആ കേട്ടോ 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 കേട്ടോ, അൺലോക്ക് ചെയ്ത് തരാൻ ഉദ്ദേശിച്ചതാണ്. ഇങ്ങനെ കറക്റ്റാക്കി എന്നിട്ടൊന്നുമില്ല, തീർന്നു. എന്നത്തിനാ വണ്ണം കുറയുന്ന? മനസ്സ് നന്നായ വണ്ണം കൂടും. പിന്നെ അനക്കല്ലേ അവിടെ? ആ അവിടെ വേണം. എന്നാന്നറിയാ, അവിടെ ആ ലൈറ്റ് എത്ര ഇച്ചിരി കിട്ടുന്നുള്ളൂ. ആരാണ് എന്നെ ഇട്ടേക്കുന്നേ? ഇവിടെ എന്നെ കോലം കെട്ടടി നടക്കുന്നേ. രാത്രിയല്ലേ എന്നാ കാണിച്ചാ? നാളത്തെ കാര്യം നാളെ മിണ്ടായിരുന്നു. മുടക്കത്തോടെ ഇറങ്ങി പോകുന്നുണ്ട്. രാത്രി നീ എന്നെ വേണേലും കാണിച്ചു. അവള് നല്ല പണിയൊക്കെ ചെയ്തിട്ടിരിക്കുന്ന കൊച്ചാ. അവളെ വല്ല പറഞ്ഞാണല്ലോ ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസം അവളുടെ കേസ് മിണ്ടിയില്ലേ? എടി മിണ്ടായടി, അമ്പലത്തിൽ പോകുന്ന കാര്യം ഞങ്ങളെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ധാരാളം കൂടെ ഉള്ളത് ചാമ്പവി. ചേച്ചാച്ചിനായിട്ട് ഇല്ല ഇല്ല, നീ കൊണ്ടുപോകുന്നില്ല നിന്നെ. നീ കടന്ന ഇപ്പൊ നീ കടന്ന അലറുമല്ലേ ഇങ്ങനെ. നിന്നെ ഒന്നും കൊണ്ടുവന്നില്ല. പൊടിയില്ലേ അലമ്പ് കേസ്. ഒരു മയത്തിലൊക്കെ നിക്കണോടി. ഞാൻ എങ്ങനെയും ജീവിച്ചു പോക്കോട്ടെ. എന്നാ എന്നത്? ഞാനിപ്പോ ഇവിടെ നിന്ന് വിളിച്ചത് അന്നേരം ഉണ്ടല്ലോ വലിയ കഷ്ണമാണ് മേടിക്കുന്ന അവിടെ നിന്ന്. ഒരു ഗ്രേവി ആകുമ്പോഴത്തേക്ക് ഒരുപാട് കുഴഞ്ഞിരിക്കുക. ഇത് ചാറായിരുന്നു ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം. നമുക്ക് ഒരു 2-3 കഷ്ണം എടുത്ത് കഴിഞ്ഞാൽ അത് മതി. ഇതിപ്പോ കുഴഞ്ഞിരിക്കത് ഗ്രേവി കൂടിയിട്ട്. ആ ഗ്രേവി കൂടി. അത് ഗ്രേവി കൂടിയത് എപ്പോഴാണെന്നറിയാമോ? അന്ന് ശ്യാമളമ്മ എടുത്തപ്പോഴാണ് ഭയങ്കരമായിട്ട് ഗ്രേവി കൂടിയായിരുന്നു. അത്രയും ഗ്രേവി വരരുത്, അത്ര പൊടി കൂടില്ല. പൊടി അത്രയും കൂടരുത്. കുരുമുളക് പൊടി വേണം എപ്പോഴും. അതായത് കേക്ക് അമ്മ മീറ്റ് മസാല ഒന്നും ഇടാതെ കുരുമുളക് പൊടിയാണ് ഏറ്റവും കൂടുതൽ വേണ്ട ഈ സാധനം. കുരുമുളക് വേവിച്ചിട്ട് വാരി എടുത്ത് വറുത്താ മതി. ആ ഒരു കറുത്ത കളർ. അത് എന്നാന്നറിയോ? 2 ദിവസം മുമ്പേ ഇത് സാധനം ഉണ്ടാക്കിയിട്ട് ആ കുരുമുളക് അതിനകത്തുള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ പച്ചമുളകും. ആ അല്ലാണ്ട് വേറെ കൂടുതലൊന്നും. ഇതിപ്പോ എങ്ങനെയാണെന്നറിയോ? മീറ്റ് മസാലയൊക്കെ അതിനകത്ത് ഇടരുത്. മുളക് പൊടി ഇടണം, കുരുമുളക് ഇടണം. മീറ്റ് മസാല അതിനകത്ത് ഉപയോഗിക്കരുത്. പിന്നെ ഗരം മസാല ഉപയോഗിക്കണ്ടേ? ഗരം മസാല ഇച്ചിരി ഇടാം, മുളക് പൊടി ഇടാം, കുരുമുളക് ഇടാം, പച്ചമുളക് ഇടാം. മീറ്റും ഒന്നും ചെയ്യുന്നിടല്. അത് 2 കഷ്ണം എടുത്ത് വെച്ചിട്ട്
ഒരു 2 സവാളയുടെ കഷ്ണം ഉണ്ട് കഴിഞ്ഞാൽ സംഗതി ആ അല്ല ഒരു ഒരു മനസ്സിലായോ? പക്ഷെ അതുപോലെ കറണ്ടില്ല. ഉള്ളായിരുന്നല്ലോ അര ലിറ്റർ സാധനം അല്ല കഴിഞ്ഞ ദിവസം നല്ലതായിരുന്നല്ലോ. തൊട്ട് നക്കി അവിടെ ചെന്ന് ഫ്രൈ ആക്കിയപ്പോ ഉപ്പ് കൂടി. നിർത്തിക്ക്. ഇന്ന് കേട്ടത് ആ ആരാ ശാവളയായിട്ട് പറയുന്നത് ഒരു ഇങ്ങനെയുള്ള രണ്ട് കഷ്ണം മതി നമുക്ക് എത്ര സാധനം വെള്ളം അകത്താക്കാൻ. എണീപ്പ് ചൂടാവോ? ചേച്ചാൽ ഇവിടെ പിടിച്ചോണ്ടിരുത്തിയ നമ്മളമ്മയ്ക്ക് ഒരു 4 കഷ്ണം വേണം. നീ 2 സൈഡിൽ വെക്കാൻ തിന്ന് ബീഫ് ഫ്രൈ ചോറ് കഴിച്ചിട്ടുണ്ടോ നീയോ? ഇത് നമുക്ക് പാവങ്ങളെ നമ്മളങ്ങനെ കഴിച്ചു. അങ്ങനെ പാവങ്ങളാണ് ബീഫ് ഫ്രൈ കഴിക്കാത്തത്. അല്ല ഏറ്റവും അങ്ങനെ മേടിച്ച് ബീഫ് ഫ്രൈ മേടിച്ച് ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് കരുത്ത് തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ബീഫ് കൂടുതൽ കഴിച്ചേക്കുന്ന പാവങ്ങളാന്ന് പറഞ്ഞ ഈ അമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാ. അല്ല നമ്മുടെ വീട്ടിലൊന്നും ഈ എപ്പോഴും ഈ ബീഫൊന്നും പിടിക്കത്തില്ല. ഇവരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ഈ ബീഫും എല്ലാ സാധനവും ഉപയോഗിച്ചോണ്ട് പറയാം. അവര് മേടിക്കാൻ പോകുന്ന പാവമായിരുന്നു, മേടിച്ചു പോയി. പിന്നല്ലേ നമ്മുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ബീഫ് അങ്ങനെ എല്ലാരും ഉപയോഗിക്കുന്നത്. ബീഫ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്നിലൊന്നും ആരും ബീഫ് ഉപയോഗിക്കുമായിരുന്നു. അവിടെ ഒരു പിന്നെ അണ്ണനുണ്ടായിരുന്നു. ഏതാണെന്നറിയോ? ഷക്കീലയുടെ ഒക്കെ അത്തായില്ലേ, അത്താടെ ചേട്ടനും പിന്നെ ഇബ്രാഹിമിന് തിറ്റടിയിൽ അറപ്പുണ്ട്. അപ്പം പുള്ളിക്കാരനോട് നല്ല ഇറച്ചി ചേട്ടൻ ഇറങ്ങുന്ന സമയത്ത് മേടിക്കും. 2 കിലോ ഇറച്ചി മേടിക്കുമ്പോൾ അവിടെ ഒരു അപ്പച്ചമ്പ് നിറച്ചുള്ള ഇറച്ചിയുണ്ട്. അതങ്ങോട്ട് നല്ലതായിട്ട് വേവിച്ച് കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വേവിച്ച് പിന്നെ നല്ല സൂപ്പറായിട്ട്. എന്നിട്ട് മോളെ പോത്തൊലത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കറന്നിരിക്കും. ഓരോ കഷ്ണം എടുക്കാം, മസാല ഒന്നും കൂടാതെ. അതിന്റെ കൂടെ ചുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാവും. അതെന്തിനാന്ന് പറയട്ടെ, ആ കറുപ്പ് വരുന്നത് എന്നാന്ന് വെച്ചാല് അതിനകത്ത് പൊടി ഇല്ലാത്തോണ്ടാണ്. അത് വേണ്ടതേ. കുരുമുളകാണ്, പച്ചമുളക്. അത് ഒരു ദിവസം അടുത്ത ദിവസം എടുക്കുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാമല്ലോ, എന്നാലും കറുത്തോളൂല്ലോ. അതാ ഞാൻ എനിക്ക് അല്ല ഇങ്ങോട്ട് തന്നു വിടുമ്പോഴേ ഓരോ ദിവസം കഴിയുന്നോറും ഈ സാധനം കറുത്തോണ്ടിരിക്കും. ഈ വരട്ടുമ്പോ ഒരു 4 ദിവസം കഴിയുമ്പോഴേ ഏറ്റവും ടേസ്റ്റ് ആകുന്നത്. വരട്ടുമ്പോ ഇങ്ങനെ കറക്കും. ഒരു സവാള കൂടെ അരിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്ക് അവിടെ പറഞ്ഞു ടച്ചിങ്സ് ആണ്. ആ ഷാപ്പിൽ എങ്ങനെയാണെന്ന് പറഞ്ഞോണ്ടാ, ഷാപ്പിൽ പോത്ത് ഉണ്ടാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ള ഒരുമിച്ചാണ് വെക്കുന്നത്. കാരണം 3-ാം ദിവസം ആകുമ്പോഴാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? അതിനോട് ഇച്ചിരി കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ എടുത്തിട്ട് ഇങ്ങനെ ഒന്നുകൂടെ ചൂടാക്കി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് 1 ലിറ്റർ അടിക്കാം. കണ്ടോ? അതാണ് സാധനം, അതാണ് ശമ്പള. മറ്റേ ശമ്പളം തിരിച്ചു വന്നിരിക്കുന്നു. അയ്യാ മറ്റേ ശമ്പള, പഴയ ശമ്പള അല്ലേ? എവിടുന്ന് മറിഞ്ഞിരിക്കായിരുന്നു പോക. പഴയ ശമ്പളം ഇപ്പൊ തിരിച്ചുണ്ടോ? പക്ഷെ ചേച്ചാ ആ ചിരിയിലൊരു പ്രശ്നമുണ്ട്, പല്ല് വെച്ച് കൊടുത്തേക്കണം. ഞാൻ പോന്നു. പിന്നോട് ചോദിക്കട്ടെ, എന്നാ എനിക്കറിയാം പോത്തിന്റെ വല്ല. പല്ല് മേടിക്കാനും വെക്കാനും ഒക്കെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇട്ടാ മതി. എനിക്കോ? എനിക്കില്ല, പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി. മഹാ കിടന്നോ? കട്ടിലെടുത്ത് പോയി 12 പോകെ ശരിയല്ല, നീളക്കുള്ള ഈ കൂടെ അതുകൂടെ വന്നാലോ? വെട്ടും ചേട്ട ചിന്തയാ, എന്തൊക്കെ ചിന്തിച്ചു കൂട്ടുവാ. അവിടെ ചിന്തിച്ച് അവിടെ വരെ ചിന്തിക്കും. ഈ പ്രാവശ്യം മറ്റേ പെൻഷന്റെ പൈസ കിട്ടിയില്ല ഓണത്തിന്റെ, വിഷുവിന്റെ ഇല്ല. അതിന് പെൻഷൻ കിട്ടിയില്ലേ ആർക്കും? ശ്യാമളമ്മയ്ക്കതല്ല, എല്ലാവർക്കും ഒരുപോലെ അല്ലേ കിട്ടണമല്ലോ. 1 മാസത്തെ കൊടുക്കുന്ന പറഞ്ഞ കേട്ടാ. 1 മാസമേ ഉള്ളൂ. ചേച്ചാലും ഇവിടെ കാണുമല്ലോ. എനിക്ക് കയറിയിട്ടില്ല. ശ്യാമള കയറിയാൽ പിന്നെ എനിക്ക് കയറുമോ? ശമ്പളം കയറി ആ മൂർച്ച കിട്ടില്ല. ഇല്ല അല്ലാതെ കോഴി കൂടുതൽ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷെ താറാവ് ഉണ്ടല്ലോ, മറ്റേ മണിത്താറാവൊക്കെ പക്കയായിട്ട് വെളിയിൽ പോയി മുട്ട ഇടും. നമ്മളൊന്ന് ഒരു മുട്ട ഇട്ടിട്ട് ആ മുട്ട എടുത്തെന്ന് വെച്ചോ, അവിടെ പിന്നെ വലിയ ദിവസം ഒരു മുട്ട ഇത് അടുത്ത സ്ഥലത്ത് അവിടെ പിന്നെ എടുത്തില്ല. കാരണം അത് വേറെ ആരാ കൊണ്ടുപോയെന്ന് നമ്മൾക്കറിയാം. പിന്നെ ഈ കോഴിയൊക്കെ വേണം ഇടും. ഒരു കോഴിയുടെ മുട്ട അവിടെ കണ്ടാലേ അവിടെ കോഴി ഇടുള്ളൂ എന്നുള്ളത് എനിക്കറിയില്ല. അയ്യോ, എല്ലാ കോഴിയല്ല, നാടൻ കോഴിയൊക്കെ ഉണ്ടല്ലോ. ചില കോഴികളുടെ മുട്ട എടുത്തിട്ട് അങ്ങനെ ആദ്യമായിട്ട് മുട്ട ഇടുന്നവര് മുട്ട എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ
മുട്ട എടുത്ത് മാറ്റി ഇടത്തില്ല ചില കോഴി, പ്രത്യേകിച്ച് നാടൻ കോഴി. തട്ടി അവിടെ തട്ടി എവിടെ എന്റെ പൊന്നെ കാര്യം കെട്ടിയേ? നിനക്ക് അങ്ങനെ വേണം. നീ ഇതിനോട് ഞാൻ പറഞ്ഞതാണ്. നിനക്ക് അത് തന്നെ വേണം നിനക്ക്. അയ്യപ്പാ ബ്രൂട്ട് ദൈവമേ ഇത് ഒരു 2-3 വർഷം 3-4 വർഷങ്ങൾക്ക് മുന്നേ ഞാനൊന്ന് ഒരുക്കിയതായി വിഷുവിന്റെ ഐലൈനറോ എന്താ കൃഷ്ണനെ കണ്ണെഴുതാൻ പാടില്ല. എന്നെ കാണുമ്പോ രുദ്രാക്ഷം അടിച്ച് കാണിക്കുക. ആരാ ശ്യാമള എന്നതിന് അതേ രക്ഷമുള്ളത് ഇനി. എന്റെ കിഞ്ഞത് ചേച്ചാ അത് പോക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളറുള്ള കൃഷ്ണനായിരുന്നു ഈ തവിട്ട് കളറ് തവിട് കളറ്. ആ കൃഷ്ണനെ ഞാൻ 1-1:30-2 മണി വരെ ഇരുന്ന് ഒരുക്കിയതാ. അത്തറോ ദേ എന്തോ കാണിക്കോ? ഏതെങ്കിലും ഒരെണ്ണം വെക്ക്. അയ്യോ ചേച്ചൻ അത്രയൊക്കെ ചേച്ചാ ഓവറായിട്ട് മണം എനിക്ക് ഇഷ്ടമില്ല. അത്തറിന്റെ എന്റെ കുഞ്ഞിനെ ഇവക്ക് കൊടുത്തു. മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ബാഗിനകത്ത് കിടക്കട്ടെ. ആഹാ അത് ഇതിങ്ങനെ എല്ലാരും അടിച്ചു കിടക്കേണ്ട കാര്യമല്ലേ? എനിക്ക് എന്റെ കുഞ്ഞുങ്ങളല്ലേ കുഞ്ഞുങ്ങളല്ലേ അതെ കുഞ്ഞുങ്ങളെ നാലാണി കൊടുത്ത് എനിക്കിനി 2-3 പ്രാവശ്യമോ നിനക്ക് തന്നു, ഇവക്ക് കൊടുത്തു എന്റെ കുഞ്ഞിന് കൊടുത്തു. ഓവറാ. അയ്യോ ഇത് എന്റെ കോട്ടല്ലേ കൈ ഇരിക്കുന്നേ, അത് കീറിയോ? ആരുടെ കോട്ടെ? അതിനകത്ത് കുറച്ച് വെള്ളം എടുത്ത് ആറയാണല്ലോ കോട്ടല്ലേ. കുറച്ച് വെള്ളം എടുത്ത് ദൈവമേ ആ അത് ചോരുന്നത് അവിടെ മൊത്തം വെള്ളമായി. ഒത്തിരി വെള്ളം വേണം. അതങ്ങനെ പോയതല്ല, അത് ഓവറാണ്. കൈ തട്ടി പോയതാ. ഒത്തിരി വെള്ളം വേണോ? ഇത്തിരി മതി. വേറെ പാത്രം അത് കാണിച്ചേ, ആ മുഖം ഒന്ന് കാണിച്ചേ. ശകലം മതി മതി. സാറിന്റെ മുഖം ഒന്ന് കാണിക്ക്. എടി ശകലം മതി. കഴിഞ്ഞില്ല. അങ്ങനെ സാറിന്റെ മുഖം ഒന്ന് കാണട്ടെ. കഴിഞ്ഞില്ലെന്ന് കണ്ണെഴുതി പിന്നെ മുഖത്തൊന്ന് പെയിന്റ് അടിച്ചത്രോ. ഒരു ഐശ്വര്യൊക്കെ ഐശ്വര്യം അല്ലേലും ഉണ്ടടി. അല്ലെങ്കിൽ ഐശ്വര്യം ഐശ്വര്യം ഉള്ളത് ഞാൻ കാരണം ഞാൻ ഐശ്വര്യം ഉള്ളത് ഇത്ര ഓക്കെ തർക്കിച്ചിരിക്കാന്ന് വിചാരിക്കാം. എന്ത് പണിയത്? അമ്മയുടെ മുത്തോ? അതിനകത്തൊന്നും കണ്ടില്ലല്ലോ മോനെ. അയ്യോ ബെഡ്ഷീറ്റ് മാറ്റണം ചേട്ടാ. അത് ചേട്ടാ ഞാൻ പറഞ്ഞല്ലോ, കാരണം എനിക്ക് വയ്യ.